ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി പാകിസ്ഥാനിൽ കനത്ത ആക്രമണമാണ് ഇന്ത്യ അഴിച്ചുവിട്ടിരിക്കുന്നത്. ഇപ്പോൾ പാകിസ്ഥാന്റെ പ്രധാന നഗരങ്ങളിൽ എല്ലാം തന്നെ ഇന്ത്യ ശക്തമായ ആക്രമണം നടത്തുകയും ചെയ്തു. പാകിസ്ഥാന്റെ പ്രധാന നഗരമായ കറാച്ചിയിലും ഇന്ത്യ കനത്ത ആക്രമണമാണ് ഇപ്പോൾ അഴിച്ചുവിട്ടിരിക്കുന്നത്. കറാച്ചിയെ വിറപ്പിച്ചതാവട്ടെ കൊച്ചിയുടെ മകളും. കൊച്ചിയിൽ പിറവിയെടുത്ത INS വിക്രാന്ത് എന്ന ഒഴുകുന്ന പോരാളിയാണ് കറാച്ചിയെ നിലംപരിശാക്കിയിരിക്കുന്നത്. വിക്രാന്ത് രാജ്യത്തിനായി പോരാടി വിജയിക്കുമ്പോൾ കേരളത്തിനും ഏറെ അഭിമാനമാണിപ്പോൾ. കാരണം INS വിക്രാന്ത് പിറവിയെടുത്തത് നമ്മുടെ കൊച്ചി കപ്പൽശാലയിലാണ്. 20,000 കോടിയിലേറെ രൂപ ചെലവിട്ട് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ വിമാനവാഹിനി യുദ്ധക്കപ്പലാണ് INS വിക്രാന്ത്. 2022 സെപ്റ്റംബറിലാണ് INS വിക്രാന്ത് കമ്മീഷൻ ചെയ്തത്. കൊച്ചി കപ്പൽശാലയിൽ രജിസ്റ്റർ ചെയ്ത 550-ലേറെ സ്ഥാപനങ്ങളുടെ വിവിധ തരത്തിലുള്ള സേവനങ്ങളും വിക്രാന്തിന്റെ നിർമ്മാണത്തിൽ പങ്കാളിത്തം വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. വിക്രാന്തിന്റെ നിർമ്മാണത്തിൽ 14,000-ഓളം പേർ നേരിട്ടും അല്ലാതെയും പങ്കുവഹിക്കുകയും ചെയ്തു. കൊച്ചി കപ്പൽശാലയിലെ 2,000 ഉദ്യോഗസ്ഥർക്കും മറ്റ് അനുബന്ധ വ്യവസായങ്ങളിലെ 12,000 ജീവനക്കാർക്കും തൊഴിലവസരങ്ങൾ ഉണ്ടായെന്നും കണക്കുകൾ പുറത്തു വന്നിരുന്നു. റഷ്യൻ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയ INS വിക്രാന്തിന്റെ ഇന്റഗ്രേറ്റഡ് പ്ലാറ്റ്ഫോം മാനേജ്മെന്റ് സംവിധാനം ഒരുക്കിയത് ബാംഗ്ലൂർ കേന്ദ്രമായ ഭാരത് ഹെവി ഇലക്ട്രിക്കൽ ലിമിറ്റഡ് ആണ്. 30,000 എയർക്രാഫ്റ്റുകളെ വഹിക്കാനാകുന്ന വിക്രാന്തിന്റെ CT സ്കാൻ അടക്കമുള്ള സൗകര്യങ്ങളും അത്യാഹിത വിഭാഗവും തീവ്ര പരിചരണ വിഭാഗവുമൊക്കെയുള്ള ചെറിയൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി തന്നെ വിക്രാന്തിൽ ഒരുക്കുകയും ചെയ്തു. ഒരു യുദ്ധമുണ്ടായാൽ മറ്റ് പടക്കപ്പലുകൾക്കും വിമാനങ്ങൾക്കും സൈനികർക്കുമെല്ലാം വേണ്ട സംവിധാനങ്ങളും വിക്രാന്തിലുണ്ട്. വിക്രാന്തിന് 30 എയർക്രാഫ്റ്റുകളെ വഹിക്കാൻ സാധിക്കും. 20 ഫൈറ്റർ ജെറ്റുകൾ ഇവിടെ പാർക്ക് ചെയ്യുമ്പോൾ 10 ഹെലികോപ്റ്ററുകൾ മുകളിലെ ഡെക്കിലും പാർക്ക് ചെയ്യാം. കപ്പലിന്റെ മുൻഭാഗത്തെ വളഞ്ഞ റാമ്പ് പോലെ നിൽക്കുന്ന സ്കിൻ ജെം ടെക്നോളജി മൂലം കുറഞ്ഞ ദൂരത്തിലുള്ള റൺവേയിൽ നിന്ന് പോലും പോർ വിമാനങ്ങൾക്ക് അതിവേഗത്തിൽ കപ്പലിൽ നിന്നും പറന്നുയരാനാകും. ടോപ്പ് ഡെക്കിലെ റൺവേയിൽ ലാൻഡ് ചെയ്യുന്ന വിമാനങ്ങൾ ലിഫ്റ്റിലൂടെയാണ് പാർക്കിംഗ് ഏരിയയിലേക്ക് താഴ്ത്തിക്കൊണ്ടുവരുന്നത്. വിക്രാന്തിന്റെ ഫ്ലൈറ്റ് ഡെക്കിൽ 3 റൺവേകളുണ്ട്. പറന്നുയരാൻ 203 മീറ്ററിന്റെയും 141 മീറ്ററിന്റെയും 2 റൺവേകളും. 190 മീറ്ററുള്ള 3-ാം റൺവേയിലാണ് വിമാനങ്ങൾ ഇറങ്ങുക. 250 കിലോമീറ്റർ വേഗത്തിൽ പറന്നിറങ്ങുന്ന വിമാനങ്ങളെ റൺവേയിൽ കൃത്യമായി പിടിച്ചു നിർത്തുന്നതിന് അറസ്റ്റിംഗ് വയറുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുണ്ട്. ടേക്ക് ഓഫ് സമയത്ത് 14 ഡിഗ്രിയിൽ സ്കിം ജമ്പിന് സഹായിക്കുന്ന വളഞ്ഞ മൂക്ക് പോലുള്ള റൺവേ വിക്രാന്തിന്റെ പ്രധാന സവിശേഷതയുമാണ്. 30 ടൺ ഭാരം വഹിക്കാൻ ശേഷിയുള്ള 2 ലിഫ്റ്റുകളാണ് മറ്റൊരു സവിശേഷത. വിക്രാന്തിൽ ക്രമീകരിച്ചിരിക്കുന്ന ഊർജം ഉപയോഗിച്ചാൽ കൊച്ചി നഗരത്തിന്റെ പകുതി ഭാഗമെങ്കിലും പ്രകാശമാനമാക്കാൻ കഴിയും. ഡീസൽ ജനറേറ്റർ ഉപയോഗിച്ചാണ് ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത്. മണിക്കൂറിൽ 28 നോട്ടിക്കൽ മൈൽ വേഗതയിൽ സഞ്ചരിക്കാനും 7,500 മൈൽ പോകാനുമായുള്ള ശേഷിയുമുണ്ട്. ഇതിനൊക്കെ ശേഷിയുള്ള ഇലക്ട്രിക്കൽ സംവിധാനമാണ് വിക്രാന്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 15 ഡെക്കുകളിലായി 2,300 കമ്പാർട്ട്മെന്റുകളാണ് ഈ കപ്പലിലുള്ളത്. വിക്രാന്തിൽ ഉപയോഗിച്ചിരിക്കുന്ന കേബിളുകൾ നീട്ടിയിട്ടാൽ അതിന് ഏകദേശം 2,100 കിലോമീറ്റർ നീളമുണ്ടാകും. കൊച്ചിയിൽ നിന്നും ഡൽഹി വരെയുള്ള ആകാശ ദൂരം വരും ഇത്. കപ്പലിനുള്ളിൽ ബോട്ടുകൾ ഓടിക്കാനും പരിശീലനം നടത്താനുമുള്ള സംവിധാനവുമുണ്ട്. മലിനജലം പുറന്തള്ളാത്ത വിക്രാന്തിൽ അത് ശുദ്ധജലമാക്കി പുനരുപയോഗിക്കാനുള്ള അത്യാധുനിക ശുചീകരണശാലയ്ക്ക് പുറമെ ഓക്സിജൻ, നൈട്രജൻ പ്ലാന്റുകളും വിക്രാന്തിലുണ്ട്. കപ്പലിന്റെ ഉള്ളിൽ 684 ഏണികളും 10,000-ലേറെ പടവുകളുമുണ്ട്. ഇന്ത്യയുടെ ആദ്യ വിമാനവാഹിനി യുദ്ധക്കപ്പലായ INS വിക്രാന്തിന്റെ പേര് തന്നെയാണ് ഈ കപ്പലിന് നൽകിയിരിക്കുന്നത്. 1997-ലാണ് പഴയ വിക്രാന്ത് ഡീകമ്മീഷൻ ചെയ്തത്. 1957 ബ്രിട്ടനിൽ നിന്ന് വാങ്ങിയ HMS ഹെർക്കുലിസ് എന്ന വിമാനവാഹിനിയാണ് 1961 വിക്രാന്ത് എന്ന പേരിൽ കമ്മീഷൻ ചെയ്തിരിക്കുന്നത്. INS വിക്രാന്ത് 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ നിർണായക പങ്ക് വഹിച്ചതിരിക്കുന്നതുകൂടിയുണ്ട്. പാകിസ്ഥാൻ നാവികസേനയുടെ നീക്കം ബംഗാൾ ഉൾക്കടലിൽ ചെറുത്തത് വിക്രാന്തായിരുന്നു. ഡീകമ്മീഷൻ ചെയ്തതിനു ശേഷം 2012 വരെ മുംബൈയിൽ നാവിക മ്യൂസിയവുമായി സൂക്ഷിച്ച ഈ കപ്പൽ പിന്നീട് ലേലത്തിൽ വിൽക്കുകയായിരുന്നു. ഒരു യുദ്ധത്തെ നേരിടാനുള്ള എല്ലാ സജ്ജീകരണവും INS വിക്രാന്തിലുണ്ട്. യുദ്ധത്തിൽ അപകടം പറ്റുന്നവരെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി ചെറിയൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി തന്നെ വിക്രാന്തിലുണ്ട്.
CT സ്കാൻ അടക്കമുള്ള സൗകര്യങ്ങളും അത്യാഹിത വിഭാഗവും തീവ്രപരിചരണ വിഭാഗവുമൊക്കെ ഈ ആശുപത്രിയിൽ ഒരുക്കിയിട്ടുണ്ട്. മെഡിക്കൽ ജനറൽ വാർഡും ഫീമെയിൽ വാർഡുമൊക്കെ ഉണ്ട്. ഇതിൽ 2 വെന്റിലേറ്ററുകൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളുമായി സജ്ജമാക്കിയ തീവ്രപരിചരണ വിഭാഗം കൂടിയാകുമ്പോൾ ഒരു വിധേനയുള്ള ചികിത്സയ്ക്ക് കപ്പലിൽ നിന്നും ആർക്കും പുറത്തു പോകേണ്ടി വരില്ല. വിക്രാന്തിന്റെ ഭക്ഷണ കേന്ദ്രമായ കുക്ക് ഹൗസ് പുലർച്ചെ 3 മണിക്ക് പ്രവർത്തനം തുടങ്ങും. അടുക്കള അർദ്ധരാത്രി വരെ കർമ്മനിരതവുമാകും. പച്ചക്കറികൾ അരിയാനും പാത്രം കഴുകാനുമൊക്കെ യന്ത്രങ്ങളുടെ സഹായം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മറ്റ് യുദ്ധമുണ്ടായാൽ മറ്റ് പടക്കപ്പലുകൾക്കും വിമാനങ്ങൾക്കും സൈനികർക്കുമെല്ലാം വേണ്ട സംവിധാനങ്ങളുടെ യുദ്ധനിരയുടെ മധ്യഭാഗത്ത് നിൽക്കേണ്ട ആളുകൂടിയാണ് വിക്രാന്ത്. യുദ്ധ സാഹചര്യത്തിൽ കാഴ്ചകളുടെ വിശാലമായ ലോകത്തു നിന്നും ക്യാപ്റ്റൻ എത്തുന്നത് ഓപ്സ് റൂമിലായിരിക്കും. ക്യാപ്റ്റന്റെ ചുറ്റുമുള്ള സ്ക്രീനുകളിലൂടെ കപ്പലിലെ മുഴുവൻ കാഴ്ചകളും ശബ്ദങ്ങളും റാഡർ സന്ദേശങ്ങളുമൊക്കെ ഇവിടെ എത്തും. ഇതെല്ലാം വിലയിരുത്തിയാകും ക്യാപ്റ്റൻ മറ്റുള്ളവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നത്. വിക്രാന്തിലേക്കുള്ള പോർ വിമാനങ്ങളുടെയും ഹെലികോപ്റ്ററുകളുടെയും ഇറങ്ങലും പറക്കലുമൊക്കെ നിയന്ത്രിക്കുന്നത് ഫ്ലൈയിങ് കൺട്രോൾ പൊസിഷൻ എന്ന ഫ്ലൈക്കോയാണ്. ചെറിയ നീല വെളിച്ചമുള്ള ഓപ്സ് റൂമിലാണ് വിക്രാന്തിലെ ഏറ്റവും സുരക്ഷിതമായ ഇടം എന്നും വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ദിവസം യുദ്ധമുണ്ടായപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യം നമ്മുടെ കേരളത്തിൽ നിന്നും ഉത്ഭവിച്ച ഒരു കപ്പലാണ് INS വിക്രാന്ത്. ഏറ്റവും കൂടുതൽ ആളുകൾ യുദ്ധത്തിന് ഒരുങ്ങിയപ്പോൾ സംരക്ഷണ നിലയവും അതുപോലെ തന്നെ അത്യാധുനിക സൗകര്യമുള്ള വലിയൊരു സാങ്കേതിക വിദ്യ തന്നെ ഈ കപ്പലിൽ ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. INS വിക്രാന്ത് കൊച്ചി ഷിപ്പ്യാർഡിൽ ജനിച്ചപ്പോൾ അത് മലയാളികൾക്ക് വളരെയധികം അഭിമാനമുണ്ടാക്കിയിട്ടുണ്ട്. ഏകദേശം 14,000-ഓളം ആളുകളുടെ കഷ്ടപ്പാടാണ് INS വിക്രാന്ത്. ഇന്നലെയുണ്ടായ യുദ്ധത്തിൽ INS വിക്രാന്താണ് ധീരനായ പോരാളി എന്ന് പറയേണ്ടി വരുന്നത്. കാരണം പാകിസ്ഥാൻ തൊടുത്തുവിട്ട ഓരോ ഡ്രോൺ ആക്രമണങ്ങളും കൃത്യമായി തന്നെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി INS വിക്രാന്തിലെ ഓരോ സൈനികർക്കും സാധിച്ചു. INS വിക്രാന്തിന്റെ സവിശേഷതകൾ പലതാണ്. അതിലെ ഓരോ കാര്യങ്ങളും അവരുടെ ജീവന് വരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വരെ ആ ഒരു ചെറിയ ഷിപ്പിൽ കാണാൻ സാധിക്കും. ചെറിയ ഷിപ്പല്ല, വലിയ ഷിപ്പ്. കാരണം അത്രത്തോളം ഉണ്ട് അത്യാധുനിക സൗകര്യമുള്ള 30 ഹെലികോപ്റ്ററുകൾ അടക്കം താങ്ങാൻ ശേഷിയുള്ള INS വിക്രാന്തിന്റെ സവിശേഷതകൾ. ഇന്ത്യ എന്ന രാജ്യത്തിന്റെ വളർച്ചയും പുരോഗതിയും എത്രത്തോളമാണെന്ന് ലോകത്തിന് മുൻപിൽ ഉയർത്തിക്കാട്ടുന്നതിന് വേണ്ടി ഈ ഒരു യുദ്ധവാഹിനി കപ്പൽ മാത്രം മതി നമുക്ക്. തീർച്ചയായിട്ടും ഇനി വരും ലോകം ഇതിനെപ്പറ്റി കൂടുതൽ ചർച്ച ചെയ്യും. അത്രത്തോളം ഉണ്ട് INS വിക്രാന്തിന്റെ സവിശേഷതകൾ. എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ നമുക്ക് അറിയേണ്ടതുമാണ്.